+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ എടുക്കുമ്പോൾ അത് ആ രണ്ട് സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഈ ഒരു സബ്സെറ്റ് ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണ്. നമ്മൾ സെറ്റുകൾ തമ്മിലുള്ള റിലേഷനെ ക്യാപിറ്റൽ ലെറ്റർ ആർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിലെ സെക്കൻഡ് എലമെൻറ്റ്, ആ ഒരു ഓർഡർഡ് പെയറിലുള്ള സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്നറിയപ്പെടുന്നു. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ എടുക്കുമ്പോൾ അതിലുള്ള ഓർഡർഡ് എലമെൻസിലെ ആ ഒരു ഫസ്റ്റ് എലമെൻറ്റ് എല്ലാം ആ ഒരു റിലേഷൻ്റെ ഡൊമെയിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അതിലുള്ള സെക്കൻഡ് എലമെൻ്റ് എല്ലാം ആ ഒരു റിലേഷൻ്റെ റേഞ്ച് എന്ന് അറിയപ്പെടുന്നു. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എടുക്കുമ്പോൾ സെറ്റ് എയും സെറ്റ് ബിയും, അതിൽ സെറ്റ് ബി ഈ ഒരു റിലേഷൻ്റെ കോഡൊമെയിൻ എന്നറിയപ്പെടുന്നു. റേഞ്ച് കോഡൊമെയിൻ്റെ സബ്സെറ്റാണ്. അടുത്ത റിലേഷന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റ് എടുക്കുക, അതിന് നമുക്ക് പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കാം. പിയിലുള്ള എലമെൻറ്റ്സ് എ ബി സി, സെറ്റ് ക്യൂയിലുള്ള എലമെൻറ്റ്സ് അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ. കുറച്ച് നെയിംസ്. ഈ രണ്ട് സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താൽ മൊത്തം 15 ഓർഡർഡ് പെയർസ് ലഭിക്കും. അടുത്ത നമുക്ക് ഈ ഓർഡർഡ് പെയറിലുള്ള ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനു വേണ്ടിയുള്ള ഒരു കണ്ടീഷൻ നൽകാം. അപ്പം ആ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രണ്ട് സെറ്റും തമ്മിലൊരു റിലേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഈ ഒരു റിലേഷൻ എല്ലായ്പ്പോഴും ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റുമായിരിക്കും. അപ്പം റിലേഷനെ ക്യാപിറ്റൽ ലെറ്റർ ആർ ഉപയോഗിച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഇതാണ്: ദ സെറ്റ് ഓഫ് ആൾ എക്സ് കോമ ഒയ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം ഒയ്, എക്സ് ബിലോങ്സ് ടു പി, ഒയ് ബിലോങ്സ് ടു ക്യൂ. പിയിലുള്ള എലമെൻസിനെ നമ്മൾ എക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ക്യൂവിലുള്ള എലമെൻസിനെ ഒയ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് സെറ്റ് ക്യൂവിലുള്ള നെയിംസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ റിലേഷൻ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ ഓർഡർഡ് പെയർ എ കോമ അലി, ബി കോമ ബാനു, ബി കോമ ബിനോയ്, സി കോമ ചന്ദ്ര. ഇവിടെ സ്മോൾ ലെറ്റർ എക്ക് കറസ്പോണ്ട് ചെയ്യുന്ന അലി എന്ന ഒറ്റ പേരേ ഉള്ളൂ. പക്ഷേ ബിക്ക് അതിന് കറസ്പോണ്ട് ചെയ്യുന്ന രണ്ട് പേരുണ്ട്, ബിനോയും ബാനുവും. എന്നാൽ ദിവ്യയ്ക്ക് കറസ്പോണ്ട് ചെയ്യാൻ സെറ്റ് പിയിൽ അവിടെ സ്മോൾ ലെറ്റർ ഡി ഇല്ല. അതുകൊണ്ട് ദിവ്യ എന്ന പേരിനെ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു. ബാക്കി അലി, ബാനു, ബിനോയ്, ചന്ദ്ര എടുത്തെഴുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റുകളുടെ റിലേഷൻ എടുത്തെഴുതുന്നത്. ഈ ഒരു ഡയഗ്രാം വരച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ ആരോ ഡയഗ്രാം എന്ന് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് എക്സർസൈസ് 2.2 കണക്കുകൾ നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും കണ്ടെത്താനാണ്. സെറ്റ് എ 1 തൊട്ട് 14 വരെ റിലേഷൻ ഈക്വൽ the set of all x comma y such that 3x minus y equals 0 and x comma y belongs to a, y equal 3x. ഈ ഒരു ഡെഫിനിഷൻ വെച്ച് റിലേഷൻ എടുക്കുമ്പോൾ റിലേഷൻ ആർ ഈക്വൽ സെറ്റ് ഓർഡർഡ് പെയർ 1 3 2 6 3 9 4 12. 412 വരെ വരത്തുള്ളൂ. കാരണം എക്സിൻ്റെ വാല്യൂ 5 ആയാൽ വൈയുടെ വാല്യൂ 3x, 3 × 5 15. ഇവിടെ സെറ്റ് എയിൽ 14 വരെ ഉള്ളത്, അതുകൊണ്ട് 15 വരത്തില്ല. അപ്പം ഇതിൻ്റെ ഡൊമെയിൻ എടുത്താൽ ഈ ഒരു റിലേഷനിലെ ഓർഡർഡ് പെയർസിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുകൾ 1 2 3 4. റേഞ്ച് എടുത്താൽ ഓർഡർഡ് പെയറിലുള്ള സെക്കൻഡ് എലമെൻറ്റുകൾ 3 6 9 12. കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റ് എ തന്നെ വരും. കാരണം സെറ്റ് എക്കകത്ത് ഉള്ള റിലേഷനാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു എൻ്റയർ സെറ്റ് എയും വരും കോഡൊമെയിനായിട്ട്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൊമെയിനും റേഞ്ചും കണ്ടെത്താനാണ്. ഇവിടെ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ എക്സ് പ്ലസ് 5, എക്സ് ബിലോങ്സ് ടു എൻ, വൈ ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ 4. ഇവിടെ എക്സും വൈയും നാച്ചുറൽ നമ്പേഴ്സാണ്. എക്സിൻ്റെ വാല്യൂ 4 താഴെ, അതായത് 1 2 3. വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 5. അപ്പോൾ റിലേഷൻ ഈക്വൽ സെറ്റ് ഓർഡർഡ് പെയർ 1 6 2 7 3 8. ഡൊമെയിൻ 1 2 3, റേഞ്ച് 6 7 8. തേർഡ് ക്വസ്റ്റ്യൻ
സെറ്റ് എ 1 2 3 5, സെറ്റ് ബി 4 6 9. ഇവിടുത്തെ റിലേഷൻ ആർ ഈക്വൽ the set of all x comma y such that the difference between x and y is odd. x belongs to a, y belongs to b. അപ്പം എക്സിൽ നിന്ന് y കുറച്ചാൽ അവിടെ ആൻസർ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇവിടെ ഓഡ് നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നാച്ചുറൽ നമ്പർ എന്നോ പോസിറ്റീവ് ഓഡ് നമ്പർ എന്നോ പറഞ്ഞിട്ടില്ല. അപ്പം നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ റിലേഷൻ എടുക്കുമ്പോൾ എയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, അടുത്ത് ബിയിലുള്ള എലമെൻറ്റ് 4. 1ൽ നിന്ന് 4 കുറച്ചാൽ -3 ഓഡ് നമ്പറാണ്. അപ്പോൾ 1ഉം 4ഉം ഒരു പെയറാവും. അടുത്ത് 1ഉം 6ഉം 1ൽ നിന്ന് 6 കുറച്ചാൽ -5 ഓഡ് നമ്പറാണ്. പക്ഷേ 9 എടുത്താൽ അവിടെ 8 വരും, -8 വരും. അത് നെഗറ്റീവ് ഈവൻ നമ്പറാണ്. അപ്പം ഇവിടുത്തെ റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് 9 എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ബാക്കി നമ്പരും. ഇങ്ങനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഓഡ് നമ്പർ വരണം. അപ്പോൾ അത് വെച്ച് റിലേഷൻ എടുക്കുമ്പോൾ ഓർഡേർഡ് പെയർ 1 4 1 6, 2 9 3 4 3 6 5 4 5 6. ഇവിടെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി, റേഞ്ച് ഡൊമെയിൻ ഒന്നും വേണ്ട. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എലമെൻസിനെ നമ്മൾ ആദ്യം സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം, പിന്നെ റോസ്റ്റർ ഫോമിൽ എഴുതി ഡൊമിനിയൻ റേഞ്ചും കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ പിയിലുള്ള എലമെൻസിനെ കാട്ടിയും 2 കുറവാണ് ക്യൂയിലുള്ള എലമെൻറ്റ്സ്. പിയിലുള്ള എലമെൻസിനെ എക്സ് എന്നും ക്യൂയിലുള്ള എലമെൻസിനെ ഒ എന്നും എടുത്താൽ ഒയ് ഈക്വൽ എക്സ് -2. എക്സിൽ ഉള്ള എക്സ് എലമെൻറ്റിനെ കാട്ടിയും 2 കുറവാണ് ഒയ് എലമെൻറ്റ്സ്. അപ്പം നമുക്ക് റിലേഷൻ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. റിലേഷൻ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എക്സ് കോമ ഒയ് സച്ച് ദാറ്റ് ഒയ് ഈക്വൽ എക്സ് -2, എക്സ് ബിലോങ്സ് ടു പി ആൻഡ് ഒയ് ബിലോങ്സ് ടു ക്യൂ. അടുത്ത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ 5 3 6 4 7 5. ഡൊമെയിൻ എടുക്കുമ്പോൾ ഇതിലുള്ള ഫസ്റ്റ് എലമെൻ്റ് എല്ലാം 5 6 7. റേഞ്ച് എടുക്കുമ്പോൾ എല്ലാ സെക്കൻഡ് എലമെൻറ്റ്സും 3 4 5. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിൽ സെറ്റ് എ ഈക്വൽ 1 2 3 4 6, ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു എ വെയർ ബി ഈസ് എക്സാക്ച്വലി ഡിവിസിബിൾ ബൈ എ. ഇവിടെ സെക്കൻഡ് എലമെൻ്റായ ബിയെ ഫസ്റ്റ് എലമെൻ്റായ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. കോഷ്യൻ്റ് ഒരിക്കലും ഒരു ഡെസിമൽ ഡിജിറ്റ് ആവല്ല. അതാണ് കണ്ടീഷൻ. അപ്പം ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ റിലേഷൻ ആർ ഈക്വൽ സെറ്റ് ഓഫ് ആൾ 1 1 1 2 1 3 1 4 1 6. ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് ഏത് വന്നാലും 1 കൊണ്ട് ഭാഗിക്കുമ്പോൾ 0 വരും റിമൈൻഡർ. അടുത്ത് 2 എടുക്കുമ്പോൾ 2 2 2 4 2 6. 2 3 വന്നാൽ അവിടെ റിമൈൻഡർ 0 വരത്തില്ല. അടുത്ത 3 എടുക്കുമ്പോൾ 3 3 3 6, പിന്നെ 4 4 4 6 6. ഡൊമൈൻ എടുക്കുമ്പോൾ 1 2 3 4 6. റിപ്പീറ്റേഷൻ വേണ്ട. റേഞ്ച് എടുക്കുമ്പോഴും 1 2 3 4 6. അടുത്ത ആറാമത്തെ ചോദ്യം, ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എക്സ് എക്സ് പ്ലസ് 5 സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ദ സെറ്റ് 0 1 2 3 4 5. അപ്പം ഇവിടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എക്സും സെക്കൻഡ് എലമെൻറ്റ് എക്സ് പ്ലസ് 5ഉമാണ്. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 ആകുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് 0 + 5 5. അങ്ങനെ ചെയ്യുമ്പോൾ റിലേഷൻ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ 0 5 1 6 2 7 3 8 4 9 5 10. ഏഴാമത്തെ ചോദ്യം, ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എക്സ് എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പം എക്സ് 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 3 5 7. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എക്സ് ക്യൂബ് 8. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ റിലേഷൻ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ 2 8 3 27 5 125 7 349. 343. അടുത്ത എട്ടാമത്തെ ചോദ്യം, സെറ്റ് എ ഈക്വൽ എക്സ് വൈ സെറ്റ് ബി ഈക്വൽ 1 2. ഇവിടെ നമ്പർ ഓഫ് റിലേഷൻസ് കാണാനാണ് ചോദ്യം. അപ്പം എയിലുള്ള എലമെൻസിൻ്റെ എണ്ണം 3, ബിയിലുള്ളത് 2. അപ്പം
എ ഇൻറ്റു ബി കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ നമ്പർ 3 × 2 6. നമ്പർ ഓഫ് റിലേഷൻസ് കാണാൻ 2n ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ 2 × 6. അങ്ങനെ ആൻസർ 64. ഒമ്പതാമത്തെ ചോദ്യം റിലേഷൻ ആർ ഈക്വൽ ദ സെറ്റ് ഓഫ് ആൾ എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു ഇസഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ, പിന്നെ എ മൈനസ് ബി ആൾസോ ബിലോങ്സ് ടു ഇൻറ്റിജർ ഇസഡ്. അപ്പോൾ ഇവിടെ ഡൊമൈൻ എടുക്കുമ്പോൾ ഇൻറ്റിജേഴ്സ് തന്നെ വരും, റേഞ്ച് എടുത്താലും ഇൻറ്റിജേഴ്സ് തന്നെ വരും. കാരണം എ കോമ ബി ബിലോങ്സ് ടു ഇസഡ്, അതുമാത്രമല്ല എ മൈനസ് ബി ആൾസോ ബിലോങ്സ് ടു ഇൻറ്റിജർ. അപ്പം എക്സസൈസ് 2.2 ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് എക്സസൈസ് 2.3യുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.